കഴിഞ്ഞ 7 വർഷം ജനപ്രിയ മെസ്സേജിംഗ് ആപ്പിനെ വിജയകരമായി നയിച്ച വിൽ കാത്കാർട്ട് തന്റെ രാജകീയ ഭരണം അവസാനിപ്പിച്ച് പടിയിറങ്ങിയപ്പോൾ ആഗോളതലത്തിൽ ടെക് ലോകം ഉറ്റുനോക്കുന്ന ആ മഹാ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നുവന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ മുഖമാണ്. മുംബൈയിൽ നിന്നുള്ള 47 വയസ്സുകാരനായ കുനാൽ ഷാ. ഒരു ഇന്ത്യക്കാരൻ വാട്സപ്പിന്റെ തലപ്പത്തേക്ക് എത്തുന്നു എന്ന വാർത്ത ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നു. ഇനി വിൽ കാത്കാർട്ട് മെറ്റയുടെ AI വിഭാഗം ഉൾപ്പെടെയുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ ചുമതലയിലായിരിക്കും പ്രവർത്തിക്കുക. അത്ര സാധാരണമല്ലാത്ത ഒരു വഴിയിലൂടെയാണ് കുനാൽ ഷാ ഈ സ്വപ്നതുല്യമായ പദവിയിലേക്ക് എത്തുന്നത്. പ്രമുഖ ഫിനാൻഷ്യൽ ആപ്പായ ക്രെഡിന്റെ സ്ഥാപകനും തലവനുമായിരുന്ന കുനാൽ ടെക് ലോകത്തെ അതികായൻ മാർക്ക് സുക്കർബർഗിന്റെ മെറ്റയുമായി കൈകോർത്തതോടെയാണ് വാട്സപ്പ് മേധാവിയായി ഉയർന്നത്. ക്രെഡിന്റെ 20% ഓഹരി മെറ്റ സ്വന്തമാക്കിയതും ഏകദേശം 8,550 കോടി രൂപയുടെ ഞെട്ടിക്കുന്ന നിക്ഷേപം നടത്തിയതുമാണ് ഈ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയത്. ക്രെഡിലെ ഉപഭോക്താക്കളുടെ വിവരങ്ങളൊന്നും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മെറ്റ വ്യക്തമാക്കിയത് ഈ ബിഗ് ഡീലിന്റെ മാറ്റുകൂട്ടി. മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുനാലിനെ പ്രശംസിച്ചു. ക്രെഡിനെ ഇന്ത്യയിലെ വലിയ കമ്പനികളാക്കി മാറ്റിയത് കുനാലാണ്, സുക്കർബർഗ് കുറിച്ചു. മാർക്ക് സുക്കർബർഗിനൊപ്പം മെറ്റയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമാണ് എന്ന് കുനാലും പ്രതികരിച്ചു. കുനാൽ ക്രെഡിന്റെ സിഇഒ സ്ഥാനം ഒഴിഞ്ഞതോടെ 2020 മുതൽ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മിറ്റൻ സാംപ്റ്റനാണ് താൽക്കാലിക ചുമതല. വാട്സാപ്പിനെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുക, വരുമാനം വിപുലമാക്കുക എന്നിവയിലായിരിക്കും കുനാൽ ഷായുടെ പ്രധാന ശ്രദ്ധ. ഒരു ഇന്ത്യൻ പ്രതിഭയുടെ കൈകളിൽ വാട്സാപ്പ് പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ഡിജിറ്റൽ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി എന്തെല്ലാം മാന്ത്രിക നിമിഷങ്ങളായിരിക്കും കുനാൽ ഷാ നമുക്കായി സമ്മാനിക്കുക എന്ന്. എന്തായാലും പ്രമുഖ ഫിനാൻഷ്യൽ ആപ്പായ ക്രെഡിന്റെ തലപ്പത്ത് നിന്ന് കുനാൽ ഷാ അങ്ങനെ വാട്സപ്പിലേക്ക് ചേക്കേറുകയാണ്. വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയിൽ നിന്ന് $900 മില്യൺ നിക്ഷേപം നേടിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു തലപ്പത്തേക്ക് എത്തിയത്. മാർക്ക് സുക്കർബർഗിനൊപ്പം മെറ്റയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷമാണെന്ന് കുനാൽ പറഞ്ഞു. എന്തായാലും മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് തന്നെയാണ് തന്റെ പോസ്റ്റിലൂടെ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷം ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പിനെ വിജയകരമായി നയിച്ചത് വിൽ കാത്കാർട്ടായിരുന്നു. തന്റെ ഭരണം അവസാനിപ്പിച്ച അദ്ദേഹം പടിയിറങ്ങുകയായിരുന്നു. അതിനുശേഷമാണിപ്പോൾ കുനാൽ ഷാ ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്.